കോഴിക്കോട് കുടയത്തൂർ പഞ്ചായത്തിലെ ഗോതമ്പ റോഡ് തോണിച്ചാൽ പ്രദേശത്ത് കരിങ്കൽ ക്വാറികൾക്കായി മലയെടുക്കൽ രൂക്ഷം. അടുത്ത മഴക്കാലം എത്തുമ്പോൾ 50ഓളം കുടുംബങ്ങൾ ഇല്ലാതാകുമെന്നാണ് ജനങ്ങളുടെ ആശങ്ക. കുടയത്തൂർ പഞ്ചായത്തിലെ വില്ലേജ് ഓഫീസർ ഷിജുവിൻ്റെ വാക്കുകൾ. ഇവിടെ ഒരു പരാതി കിട്ടിയ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു. അന്ന് ഞങ്ങൾ ഈ 2-3 മൺകൂനകൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഞങ്ങൾ ഇത്ര മുകളിലേക്ക് എത്തിയ സമയത്താണ് ഇതിൻ്റെ ഒരു ഭീകരത കൃത്യമായി മനസ്സിലാവുന്നത്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഈ മണ്ണ് മുഴുവൻ താഴെ എത്തുന്നൊരവസ്ഥയാണ്. ഇതിൻ്റെ കൃത്യമായൊരു പിക്ചർ ഇന്ന് തന്നെ ജില്ലാ ഭരണകൂടത്തിനും താസാർക്കും റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അത് വെച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നതാണെന്ന് അറിയാം. ഇതിൻ്റെ വിവരങ്ങളുമായി റഫീഖ് തോട്ടുമുഖം കൂടിച്ചേരുകയാണ് ഞങ്ങളുടെ പ്രതിനിധി. റഫീഖ്, ഈ ക്വാറികൾ പ്രവർത്തിക്കുന്നത് അനധികൃതമായിട്ടാണോ? ക്വാറിയുടെ പ്രവർത്തനം അനധികൃതമാണോ എന്നുള്ളത് ഈ വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കൃത്യമായിട്ട് പറയാനൊക്കൂ. എന്നാലും നാട്ടുകാരിൽ നിന്ന് കിട്ടുന്ന സൂചന പ്രകാരം അതിന് പലതിനും ലൈസൻസ് ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അജിംഷാദ്, എത്ര ക്വാറികളാണ് റഫീഖ് അവിടെ പ്രവർത്തിക്കുന്നത്? നിലവിൽ ഈ കൊടിയത്തൂർ, കാരശ്ശേരി, കൊടിയത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന നിരവധി ക്വാറികളാണ് ആ പ്രദേശത്തുള്ളത്. അതിൽ നിന്നും ഇപ്പോൾ ഈ രണ്ട് പഞ്ചായത്തുകളുടെയും ക്വാറികളെ ബന്ധിപ്പിച്ച് പുതിയ ഒരു റോഡ് വെട്ടുന്നതിന്റെ മൺകൂനയാണ് ഇപ്പോൾ ജനങ്ങൾക്ക് ഭീഷണിയായിട്ടുള്ളത്. അതിൽ തന്നെ ഈ കൊടിയത്തൂർ പഞ്ചായത്തിലെ ഗോതമ്പ് റോഡ് ഭാഗത്തുള്ള 4-ാം വാർഡിൽ, അതായത് കൊടിയത്തൂർ പഞ്ചായത്തിന്റെ 4-ാം വാർഡിലാണ് ഈ ഒരു ഭീകരാവസ്ഥ ഉള്ളത്. 50ഓളം കുടുംബങ്ങളാണ് അടുത്തൊരു മഴയെ പേടിച്ച് ഭീതിയിലായിരിക്കുന്നത്. ഒരു ചെറിയ മഴ പെയ്താൽ പോലും താഴോട്ട് കുത്തിയിറങ്ങി വരുന്ന രീതിയിലുള്ള കുത്തനെയുള്ള മൺകൂനകളാണ് ഇപ്പോൾ ഈ മലയ്ക്ക് മുകളിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. അതായത് ഈ ക്വാറികൾ, നിരവധി ക്വാറികൾ പ്രവർത്തിക്കുന്നു. ഇത് അനധികൃതമാണോ അധികൃതമാണോ എന്ന് അധികൃതർക്ക് പോലും പറയാനാകാത്തൊരു സാഹചര്യം. വില്ലേജ് ഓഫീസർ ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ ക്വാറികളെയൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് കൂടി വെട്ടുകയാണ് അവർ. അതിന് വെച്ചിരിക്കുന്ന മണ്ണാണ് ഇപ്പോൾ ജനജീവിതത്തിന് ഭീഷണിയാകുന്നത്. ആണോ റഫീഖ്? തീർച്ചയായും. അതായത് ഇപ്പോൾ ഇന്ന് നമ്മളവിടെ അത്രയും ഉയരത്തിൽ പോയൊരു സാഹചര്യത്തിൽ അവിടെ നാട്ടുകാർ തന്നെ പറയുന്നത് ഇത്തരത്തിലൊരു ക്വാറി ഇവിടെ പ്രവർത്തിക്കുന്ന നാട്ടുകാർ പോലും കാണുന്നത് ഇന്നാണ്. അതായത് ഇത്രയും ഒരു രൂക്ഷമായൊരു പ്രശ്നമുണ്ടായ സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ വില്ലേജ് ഓഫീസർ, ജനപ്രതിനിധികൾ എല്ലാവരും കൂടി ഇന്ന് നാട്ടുകാരെല്ലാവരും കൂടെ ഒരു 100കണക്കിന് ആളുകൾ ഇന്ന് ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെച്ചിട്ടാണ് ഇന്ന് അത്തരം പ്രദേശത്തൊക്കെ സന്ദർശനം നടത്തിയത്. ആ ഒരു സമയത്താണ് പല ക്വാറികളും, ചെറുതും വലുതുമായ പല ക്വാറികളും പൊട്ടിക്കുന്നത് നാട്ടുകാർക്ക് പോലും മനസ്സിലാവുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എത്ര ക്വാറികൾക്ക് ലൈസൻസ് ഉണ്ട് എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമാണ്. അതായത് കൃത്യമായി നിലവിൽ ഈ കൊടിയത്തൂർ പഞ്ചായത്തിലെ ഈ മുക്കം പ്രദേശത്ത് എത്ര ക്വാറികളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്? അതായത് കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്വാറികൾ പ്രവർത്തിക്കുന്ന 2 പഞ്ചായത്തുകളാണ് കാരശ്ശേരി പഞ്ചായത്തും കൊടിയത്തൂർ പഞ്ചായത്തും. 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ 14ഉം 15ഉം ക്വാറികളുള്ള കാരശ്ശേരി, തൊട്ടടുത്തുള്ള ഈ കൊടിയത്തൂരിന്റെ ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു റോഡ് വെട്ടുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നം. അതായത് അവർക്ക് ആ ഭാഗത്തൂടെ ഇപ്പം വാഹന സൗകര്യം കുറച്ചുകൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് കൊടിയത്തൂർ പഞ്ചായത്തിലൂടെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു റോഡ് വെട്ടുന്നു. ആ റോഡ് വെട്ടുന്ന മണ്ണുകളെല്ലാം കൂട്ടിയിട്ട് ഒരു വലിയ ഒരു മല തുരന്നായിട്ടാണ് ആ റോഡ് കുത്തുന്നതെന്നും പിന്നെ ആ മൺകൂനകളെല്ലാം കൂട്ടിയിട്ടതുമാണ് ഇപ്പോൾ ഈ ഒരു വലിയൊരു പ്രശ്നത്തിന് കാരണമായിരിക്കുന്നത്. തീർച്ചയായും ഒരു പ്രധാന വിഷയമായി ഉയരുന്നത് ഒന്ന് പ്രകൃതി സംബന്ധമായ ചൂഷണമാണ്. ഒന്നാമത് ദുർബലമായ പരിസ്ഥിതി പ്രദേശം. മഴ പെയ്താൽ ഒരുപക്ഷെ ഇപ്പോൾ 2018 പ്രളയത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഇനി വരുന്ന ഈ ചൂട് കൂടിയതിന് ശേഷം വരുന്ന മഴ ഒരുപക്ഷെ വലിയ ആഘാതമുള്ള മഴയായിരിക്കാം. സ്വാഭാവികമായും അങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഒരു പ്രകൃതി ദുർബല പ്രദേശത്ത് ഈ വിധത്തിൽ കാര്യങ്ങൾ നടപ്പാക്കിയാൽ അതുണ്ടാക്കാവുന്ന നാശം വലിയതായിരിക്കും. അതാണ് പ്രധാനമായ ഒരാശങ്ക. 1. 2, അനധികൃതമാണോ ഇത് ഈ ക്വാറികൾ പ്രവർത്തിക്കുന്നതെന്ന സംശയം. 3, മറ്റ് പരിസ്ഥിതി പ്രശ്നങ്ങൾ അവിടെയുണ്ട്. കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്, പിന്നെ ജനജീവിതം ദുസ്സഹമാകുന്നതുണ്ട്, പിന്നീട് ഒരു മല തുരന്ന് റോഡ് വെട്ടുകയാണ് ഈ ക്വാറികൾ. റഫീഖ്? തീർച്ചയായും അജീഷ്, അത് തന്നെയാണ് ജനങ്ങൾക്കിടയിലുള്ള ഏറ്റവും വലിയ ആശങ്ക. അതായത് ഈ 2018 ശേഷം ഈ ചെറുതും വലുതുമായ നിരവധി മണ്ണിടിച്ചിലുകൾ, സോയിൽ പൈപ്പിംഗ്, അങ്ങനെയുള്ള നിരവധി ഈ പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു സ്ഥലത്ത്. തീർച്ചയായും റഫീഖ്, ഇപ്പോ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ നാട്ടുകാരനുമായ ബഷീർ നമ്മോടൊപ്പമുണ്ട്. ശ്രീ ബഷീർ, കേൾക്കാമോ?
കേൾക്കാം. തീർച്ചയായും ബഷീർ, ഈ എന്താണ് അവിടുത്തെ പ്രശ്നം യഥാർത്ഥത്തിൽ? അവിടെ നിലവില് 2-3 കോറികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു കോറി ഏകദേശം ഒരു 15-20 വർഷത്തോളമായി പ്രവർത്തിക്കുന്നത്. മറ്റ് 2 കോറികളും പുതുതായിട്ട് ആരംഭിച്ചതാ. അതുപോലെ തന്നെ കാരശ്ശേരി പഞ്ചായത്തിലെ 3-4 കോറികൾ ജനങ്ങൾക്ക് പ്രയാസമുണ്ടായത് കൊണ്ട്, ജനങ്ങൾ തടസ്സം സൃഷ്ടിച്ചത് കൊണ്ട് അതുവഴി പോകാൻ പറ്റാതെ നിർത്തിയിട്ട കോറികളുമുണ്ട്. ഈ കോറികൾക്കൊക്കെ കൂടി പുതിയൊരു റോഡ്, ഒരു മല പൂർണ്ണമായിട്ടും തകർത്തുകൊണ്ട് റോഡ് വരുന്ന ഇത് സംബന്ധിച്ച് നാട്ടുകാർക്ക് ആശങ്ക ഉണ്ടായപ്പോഴാണ് നാട്ടുകാർ ഈ സ്ഥലം സന്ദർശിക്കുകയും അത് പരിശോധിക്കാനും ഇടയായത്. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് അതിഭീകരമായി മനുഷ്യനെ കാണാൻ പറ്റാത്ത രീതിയിലേക്ക് 10-20 മീറ്റർ ഉയരത്തിൽ മൺകൂനകൾ കൂട്ടിയിട്ടുകൊണ്ട് താഴെ താമസിക്കുന്ന 100ഓളം കുടുംബങ്ങൾക്ക് അവരുടെ ജീവന് ഭീഷണിയാകുന്ന രീതിയിലേക്കാണ് മൺകൂനകൾ കൂട്ടിയിട്ടിരിക്കുന്നത്. ഞങ്ങൾ ആദ്യം ഉന്നയിച്ചത് റോഡിന്റെ പ്രശ്നമായിരുന്നെങ്കിൽ ഇന്ന് ആ 2-3 കോറികൾ എത്രയും പെട്ടെന്ന് അവിടെ നിർത്തൽ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വലിയ ദുരന്തത്തിന് ഈ കൊടിയത്തൂർ പഞ്ചായത്ത് സാക്ഷിയാകും എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഇന്ന് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് പൂർണ്ണമായിട്ടും ആ കോറികൾ എത്രയും പെട്ടെന്ന് അധികാരികൾ അടച്ചുപൂട്ടാനുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഒരു വലിയ ദുരന്തത്തിലേക്ക് ഈ പ്രദേശം പോകും. കുടിവെള്ളം ഉൾപ്പെടെയുള്ള മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ള വലിയ ആശങ്കയിലാണ് ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത്. അതായത് ഈ 3 കോറികളെ ബന്ധിപ്പിക്കാൻ അനധികൃതമായ ഒരു റോഡ്, ഇതാണോ ബഷീർ പറയുന്നത്? അതെ, പുതിയൊരു റോഡ് ഒരു 10-15 മീറ്റർ വീതിയിൽ 2 മലകൾ തുരന്നുകൊണ്ട് റോഡ് നിർമ്മിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളുണ്ടായത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൊടിയത്തൂർ പഞ്ചായത്തിലെ 15ഓളം കോറികൾ, ക്രഷറുകൾ, അതുപോലെ തന്നെ കാരശ്ശേരി ഊർങ്ങാട്ടേരി പഞ്ചായത്തിലെ 3-4 ക്രഷർ കോറികളിലെ മുഴുവൻ വാഹനങ്ങളും തോട്ടുമുക്കം ഗോതമ്പ് റോഡിലൂടെയാണ് ഹൈവേയിലേക്ക് കടക്കുന്നത്. അത് തന്നെ ഈ ജനജീവിതം ദുസ്സഹമാകുന്ന രീതിയിലേക്ക് 10,000 വലിയ ടിപ്പർ ലോറികൾ ഒരു ദിവസം ഈ കോറികളിലൊക്കെ. ശ്രീ ബഷീർ, ദയവായി തുടരൂ. ഇപ്പോൾ ദിവ്യ, ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മോടൊപ്പമുണ്ട്. ശ്രീ ദിവ്യ, കേൾക്കാമോ? കേൾക്കാം. ഈ പഞ്ചായത്തിന്റെ അനുമതിയോട് കൂടിയാണോ ഈ ക്വാറികൾ പ്രവർത്തിക്കുന്നത്? പഞ്ചായത്തിന്റെ അനുമതി നിലവില് ഇവർക്ക് പെർമിഷൻ എടുക്കുമ്പോൾ ലാസ്റ്റത്തെ ഒരു പ്രൊസീജിയർ എന്നോണം ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് പഞ്ചായത്തിന്റെ ഒരു അനുമതി വരുന്നത്. അല്ലാത്തത് എല്ലാ പേപ്പറുകളും റെഡിയാക്കി മുകളിൽ നിന്ന് പേപ്പറുകളെല്ലാം അനുമതി വാങ്ങിയാണ് അവർ നമ്മളിലേക്ക് എത്തുന്നത്. പിന്നെ ആ പേപ്പർ നമ്മൾ തടഞ്ഞു വെച്ചാലും 30 ദിവസത്തിനുള്ളിൽ അവർക്ക് സർക്കാരിലേക്ക് പോയാൽ 30 ദിവസത്തിന് ശേഷം അവർക്ക് ഓൾറെഡി. അതായത് ഈ മൈനിങ് ആൻഡ് ജിയോളജി വിഭാഗത്തിന്റേതല്ലേ അനുമതി വേണ്ടത്? അതെ അതെ അതെ. അതിനുശേഷമാണോ പഞ്ചായത്തിൽ ഇതിന്റെ ലൈസൻസിനായി അപ്ലൈ ചെയ്യുന്നത്? അതെ അതെ. പക്ഷെ പഞ്ചായത്തിന് അതിനകത്ത് നിർണായകമായ റോളില്ലേ? പഞ്ചായത്തിനത് തിരസ്കരിക്കാമല്ലോ അല്ലേ? തിരസ്കരിക്കാം. അങ്ങനെ തിരസ്കരിച്ചിരുന്നോ ദിവ്യ ഷിബു? ഇതിപ്പം നിലവില് 8-10 വർഷം മുൻപ് അനുമതി കൊടുത്ത ഒരു കോറിയാണ്. ഈ 3 കോറികളും 3 കോറികളും 10 വർഷം മുമ്പ് പ്രവർത്തിച്ചു വരുന്നതാണ് അല്ലേ? പ്രവർത്തിച്ചിരുന്ന കോറികളാണ്. ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്താണ് അവിടുത്തെ ജനങ്ങളുടെ? ഇപ്പം ഇവിടെ ഈ ബഷീറക്ക മുമ്പ് പറഞ്ഞതുപോലെ 3 കോറികളെയും കൂടെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒറ്റ റോഡാക്കി ഗോതമ്പ് റോഡിലേക്ക് വരുന്ന രീതിയിൽ ഒരു 15 മീറ്റർ വീതിയിൽ 1.5 കിലോമീറ്റർ നീളത്തിൽ പുതിയ റോഡ് വെട്ടി പോപ്സൺ എന്ന കോറിയുടെ അറ്റാച്ച് ചെയ്ത് വരുന്ന റോഡിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതൊരു വലിയ അനധികൃത പ്രവൃത്തിയല്ലേ? ഈ മലകൾ തുരന്ന് പഞ്ചായത്ത് അറിയാതെ ഇത്തരത്തിൽ 15 മീറ്റർ വീതിയിൽ റോഡ് വെട്ടുന്നത്. അതെ അതെ, അത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു നിന്നാണ്. അപ്പൊ നമുക്ക് അതിനകത്തേക്ക് ഇടപെടാനുള്ള ഒരു നിയമ തടസ്സം ഉണ്ടല്ലോ. പക്ഷെ ഇത് ഇപ്പോ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലൂടെ മാത്രമാണോ ഈ റോഡ് പോകുന്നത്? ഈ റോഡ് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലൂടെയാണ് പോകുന്നത്. വന്ന് ചേരുന്നത് പബ്ലിക് റോഡിലേക്കാണ്. അപ്പൊ ഇപ്പോൾ പ്രധാന പ്രശ്നം എന്താണ്? ഈ സ്വകാര്യ റോഡിലൂടെ ആണെങ്കിലും താഴെ ഭാഗങ്ങളിൽ താമസിക്കുന്നവരുടെ ജീവൻ അപകടത്തിലാകുന്ന രീതിയിലാണോ മണ്ണുകൾ കൂട്ടിയിട്ടിരിക്കുന്നതും മറ്റും? അതാണോ പ്രശ്നം? ഈ റോഡ് വെട്ടിയത് പോലും മണ്ണ് മാറ്റിയിട്ടിരിക്കുന്നത് സൈഡുകൾ കെട്ടുകയോ ആ വലിച്ചിട്ടിരിക്കുന്ന മണ്ണുകൾ താഴ്ഭാഗത്തേക്ക് ഒലിച്ചു പോകാത്ത രീതിയിൽ ഒരു സംരക്ഷണം ഒരുക്കുകയോ ചെയ്തിട്ടില്ല. ഒന്നാമത്തേത് അത്. രണ്ടാമത്തേത് ഈ കല്ല് പൊട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് 1.5-2 ആൾ താഴ്ചയിൽ മണ്ണെടുത്തെങ്കിൽ മാത്രമേ കല്ല് പൊട്ടിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് എടുത്ത മണ്ണുകളെല്ലാം
അതിന്റെ മുകൾ ഭാഗത്തേക്ക് കൂട്ടിയിട്ട് അപകടാവസ്ഥ സൃഷ്ടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു മഴയുണ്ടായാൽ ഈ മണ്ണെല്ലാം ഒലിച്ച് താഴേക്ക് പോകും, വൻ അപകടം ഉണ്ടാകും അല്ലേ? തീർച്ചയായിട്ടും അത് മുഴുവൻ ഒലിച്ച് താഴോട്ട് പോകും. ആ കോറികൾ 3 നിൽക്കുന്നതിന്റെ 2 ഭാഗത്തായിട്ട് ഏകദേശം 100ഓളം കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങൾക്കെല്ലാം അത് ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഒരുപാട് നീർച്ചാലുകളുണ്ട്, അതെല്ലാം ഇവർ കല്ലും മണ്ണും ഇട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉരുൾപൊട്ടൽ ഋജുവായ പ്രദേശമാണ്, പരിസ്ഥിതി ദുർബല പ്രദേശമാണ്. അപ്പോൾ ഉരുൾപൊട്ടലിന്റെ സാധ്യതയുണ്ട് മഴ പെയ്താൽ, ആ സമ്മർദ്ദം ഉണ്ടായാൽ അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും, സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ കാട്ടി എന്താണ് അടുത്ത പഞ്ചായത്തിന്റെ മൂവ്മെന്റ് ദിവ്യ ഷിബു? പഞ്ചായത്ത് നമ്മൾ നാളെ ഈ ഉടമസ്ഥരെ വിളിച്ചിട്ട് നേരിൽ കണ്ട് അതിന് സംസാരിക്കുന്നുണ്ട്. തുടർന്ന് ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു എമർജൻസി സൈറ്റ് വിസിറ്റിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ടിന്മേലെ നമുക്ക് തുടർന്ന് എന്ത് ചെയ്യാമെന്നുള്ളത് അതിന്റെ ബാക്കിയായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ഈ ജിയോളജി വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും ഒക്കെ അനുമതികൾ ഉണ്ട് എങ്കിൽ പോലും ഈ സ്ഥലത്തെ പ്രദേശത്തെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത, പിന്നീട് ജനങ്ങൾ താമസിക്കുന്ന, അതുകൊണ്ട് അവരുടെ ഏത് മൂവ്മെൻറ്റും അവരുടെ ഏത് പരിഷ്കരണങ്ങൾക്കും പഞ്ചായത്തിനോട് അനുമതി തേടേണ്ടതുണ്ട്. ഈ റോഡ് വെട്ടുന്നത് അടക്കം അങ്ങനെ എങ്ങനെ തേടിയിട്ടുണ്ടോ അവർ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇവർക്ക് അനുമതി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം അവരുടെ ഒരു കൺട്രോളിലാണല്ലോ. പിന്നീട് വരുന്ന കാര്യങ്ങളൊന്നും പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടുകയോ പഞ്ചായത്തിന്റെ അനുമതി തേടുകയോ ഒന്നും ചെയ്യും. പിന്നീട് ഇതുപോലെ എന്തെങ്കിലും വിഷയങ്ങൾ വന്നു കഴിയുമ്പോൾ പഞ്ചായത്ത് അറിയുകയും അതിൽ ഇടപെടുകയും ചെയ്യും. എന്നാലും പഞ്ചായത്തിന് ചെയ്യുന്നതിനും ഇടപെടുന്നതിനും ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതിന്റെ എല്ലാ പെർമിഷനുകളും കിട്ടുന്നത് മുകളിൽ നിന്നാണ്. പക്ഷേ എത്ര മുകളിൽ നിന്ന് കിട്ടിയാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ പഞ്ചായത്തിന് വലിയ റോളുണ്ട് ശ്രീമതി ദിവ്യ. തീർച്ചയായിട്ടും നമ്മളത് ഉപയോഗിക്കുകയും ചെയ്യും. തീർച്ചയായും ഉപയോഗിക്കും അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ ഈ ജിയോളജി വകുപ്പിനോട് സ്ഥലം അടിയന്തരമായി പരിശോധിക്കാനായി പഞ്ചായത്ത് ശുപാർശ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി അവരുടെ പ്രൊസീജിയർ ഒപ്പം തന്നെ പഞ്ചായത്തിന് ചെയ്യാനാകുന്ന കാര്യങ്ങളില്ലേ, അതെന്തൊക്കെയായിരിക്കും? അത് ആലോചിച്ചിട്ടുണ്ടോ ദിവ്യ ഷിബു? പഞ്ചായത്തിന് അവരുടെ ഞാനിന്നിപ്പോ സെക്രട്ടറിയോട് സംസാരിച്ചു. അപ്പൊ സെക്രട്ടറി നമുക്ക് സ്റ്റോപ്പ് മെമ്മോ അടക്കം കൊടുക്കാനുള്ള അവകാശം പഞ്ചായത്തിനില്ലേ? സ്റ്റോപ്പ് മെമ്മോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ടിന്മേലെ ചെയ്യാൻ പറ്റുകയുള്ളൂ. നമുക്ക് പഞ്ചായത്തല്ല സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നത് സെക്രട്ടറിയാണ്, അവരുടെ പവറിലാണ് അത് വരുന്നത്. അപ്പൊ ഞാൻ സ്റ്റോപ്പ് പഞ്ചായത്ത് സെക്രട്ടറിയാണ്. അപ്പൊ അവരോട് സംസാരിച്ചപ്പോൾ അവർക്ക് സഡൻ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല. ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റ് വിസിറ്റിന്റെ റിപ്പോർട്ട് കിട്ടാതെ നമുക്ക് അതിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് സെക്രട്ടറി പറഞ്ഞത്. ഓറലായിട്ട് അത് നിർത്തിവെക്കാനായിട്ട് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രശ്നമാണ്, ജീവൻ്റെ ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കൂടി ഇവിടെ വരുന്നുണ്ട്. കാരണം പ്രളയത്തിൻ്റെ പശ്ചാത്തലം 2018, പിന്നീട് ഇങ്ങനെ മണ്ണ് കൂട്ടിയിടുന്നത്, പിന്നെ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചുറ്റും 100ഓളം കുടുംബങ്ങളുണ്ട്, അവരുടെ ജീവൻ ഇതൊക്കെ ഭീഷണിയാകുന്ന ഒരു ഘട്ടത്തിൽ സാങ്കേതികത്വം പറഞ്ഞ് അങ്ങനെ സെക്രട്ടറിക്ക് മാറി നിൽക്കാനാകുമോ? പഞ്ചായത്തിന് ഇടപെടണ്ടേ? ഒരു മാൻഡേറ്റ് കിട്ടിയത് നിങ്ങൾക്കാണല്ലോ, ജനഹിതം കിട്ടിയത് നിങ്ങൾക്കല്ലേ? ഒരു കാരണവശാലും മാറി നിൽക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് അവിടെ ഡംപ് ചെയ്ത മണ്ണ് എടുത്ത് ഒഴിവാക്കിയ കോറികളിലേക്ക് മാറ്റാനുള്ള ഒരു നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റി ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടോ ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ? കാരണം ഈ ദൃശ്യങ്ങൾ തന്നെ കാണുന്നു, കുത്തനെ ഒരു ചെങ്കുത്താണ് ഇരുവശങ്ങളിലും, മണ്ണ് കല്ലൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നു. ചെറിയൊരു അനക്കം മതി, ചെറിയൊരു വെള്ളം മതി, ഇതെല്ലാം ഒഴിച്ച് താഴേക്ക് പോകും. അവിടെ 100 കണക്കിന് കുടുംബം ഉണ്ടെന്ന് ദിവ്യ ഷിബു തന്നെ പറഞ്ഞു. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അതായത് ദുരന്ത നിവാരണ അതോറിറ്റികളെ അറിയിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് തന്നെ പുതിയ നിയമങ്ങളൊക്കെ ഉണ്ടായ ഒരു കാലഘട്ടമാണിത്. ദിവ്യ ഷിബു ആലോചിക്കുമോ അത്? അതെ, നമ്മൾ വില്ലേജ് ഓഫീസർ ഇന്ന് ഉണ്ടായിരുന്നു. വില്ലേജ് ഓഫീസിന്റെ റിപ്പോർട്ട് തഹസിൽദാർക്കും ഡിസാസ്റ്റർ മാനേജ്മെന്റിലേക്കും ജിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്കും കൊടുക്കാനായിട്ടാണ് നിർദ്ദേശം വെച്ചിരിക്കുന്നത്. ഞങ്ങള് നാളത്തെ സിറ്റിംഗിന് ശേഷം തുടർ നടപടികൾ എങ്ങനെ വേണമെന്നുള്ളത് ആലോചിച്ചിട്ട് സഡൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അവിടുത്തെ ജനങ്ങൾക്ക് ഇപ്പോഴുള്ള ആശങ്ക പരിഹരിക്കാൻ പഞ്ചായത്ത് ഒപ്പമുണ്ട്, ഇങ്ങനെയുള്ള നടപടികളുണ്ട്, ഇതൊക്കെ അവരെ അറിയിച്ചിട്ടുണ്ടോ ദിവ്യ ഷിബു? തീർച്ചയായിട്ടും അവരുടെ ആശങ്ക പരിഹരിക്കത്തക്ക രീതിയിൽ പഞ്ചായത്ത് ഭരണസമിതി അവർക്ക് ഒപ്പമുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. അതായത് ലെവലിൽ നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുള്ളൂ. ഓക്കെ, താങ്ക് യു ദിവ്യ ഷിബു. പഞ്ചായത്ത് പ്രസിഡന്റ്
ആണ് നമ്മളോട് കേരള വിഷനോട് ഇപ്പോൾ പ്രതികരിച്ചത്. ഇപ്പോൾ കബീർ എന്ന മറ്റൊരു നാട്ടുകാരൻ കൂടിയുണ്ട്. ശ്രീ കബീർ, എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ നിങ്ങളുടെ ഒരു നിരീക്ഷണത്തിൽ നാട്ടുകാരൻ എന്ന നിലയിൽ? അവിടെ വെച്ചാൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലെ ഗോതമ്പ് റോഡിലാണ് ഈ കോറി സ്ഥിതി ചെയ്യുന്നത്. ഈ കോറിന്റെ പരിസരത്ത് 50ഓളം വീടുകൾക്ക് വലിയ തോതിൽ ഭീഷണിയായിട്ട് വലിയ മൺകൂനകളും, അതായത് ഈ കോറി തട്ടുതട്ടായിട്ടാണ് ജിയോളജി ഇവർക്ക് അനുമതി കൊടുക്കൽ, തട്ടുതട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അനുമതി കൊടുക്കൽ. അതുപോലും ലംഘിച്ചുകൊണ്ടാണ് അവിടെ പ്രവർത്തനം നടത്തുന്നത്, കോറിയുടെ പ്രവർത്തനം നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നാട്ടുകാർ ഒന്നിച്ച് ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അതിനെതിരെ ശക്തമായി നീങ്ങുന്നത്. തീർച്ചയായും കബീർ. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി റഫീഖ് തോട്ടുമുഖത്തിലേക്ക് കൂടി ഒരിക്കൽ കൂടി പോകുന്നു. റഫീഖ്, ഒരു ജനഹിതമായ, ഒരു ജനോപകാരപ്രദമായ ഇടപെടൽ കൂടിയാണ് ഒരു മാധ്യമധർമ്മത്തിൻ്റെ ഭാഗമായി കേരള വിഷൻ ചെയ്തിരിക്കുന്നത്. ജനങ്ങളുടെ ഈ ഒരു വലിയ ആശങ്ക, അവരറിയാതെ അവർക്ക് മുകളിൽ ഇത്തരത്തിലൊരു വലിയ ദുരന്തം സ്വരുക്ക് കൂട്ടുകയായിരുന്നു ചില സ്വകാര്യ കക്ഷികൾ. അത് അവർ അറിയുന്നു. ഇത് ജനങ്ങളുടെ മുമ്പിലും അധികൃതരുടെ മുമ്പിലും കേരള വിഷൻ എത്തിക്കുകയാണ് ദൃശ്യങ്ങൾ സഹിതം. പഞ്ചായത്ത് ഇതാ ഇടപെടുന്നു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനോടും ഒപ്പം ജിയോളജി വകുപ്പിനോടും ഒക്കെ ശുപാർശകൾ അവർ നൽകിക്കഴിഞ്ഞു. ഒപ്പമുണ്ട് പഞ്ചായത്ത് എന്ന രീതിയിലുള്ള നീക്കങ്ങളും പഞ്ചായത്ത് തുടങ്ങിക്കഴിഞ്ഞു. നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു കഴിഞ്ഞു. തോട്ടുമുഖം. തീർച്ചയായും അജിംഷം, ഇത് തന്നെയാണ് നമ്മുടെ കേരള വിഷന്റെ ഇടപെടലിലൂടെ ഇപ്പം ജനങ്ങൾക്കൊരു ഉപകാരപ്പെടുന്ന ഒരു ഇടപെടൽ കൂടിയാണ് വരുന്നതെന്നാണ് ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ നമ്മോട് സംസാരിച്ചിട്ടുള്ളത്. എന്തായാലും കേരള വിഷന്റെ ഇടപെടൽ മൂലം ഇതിന് ഒരു ശാശ്വത നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ നമ്മൾ രാവിലെ മുതൽ അവരുടെ കൂടെ ഉച്ചവരെ അത്രയും ഉയരത്തിൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൂടെയും അതുപോലെ വില്ലേജ് ഓഫീസർ നാട്ടുകാരുടെ കൂടെയും തന്നെയായിരുന്നു നമ്മൾ ഇത്രയും നേരം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളുടെ വാർത്തകൾ അവർക്കൊരു ഉപകാരപ്രദമാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാരുള്ളത്. എന്തായാലും ഒരു കാര്യം സന്തോഷമുണ്ട്. സാധാരണ രീതിയിൽ ഇങ്ങനത്തെ ഒരു ഘട്ടം വരുമ്പോൾ പഞ്ചായത്തുകളും അതുപോലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റൊക്കെ ഒരു നാട്ടുകാരുടെ ഒരു പരാതി കേൾക്കാതിരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത് നേരെ തിരിച്ചാണ്. ശരി റഫീഖ് തോട്ടുമുഖമാണ് ഞങ്ങളുടെ പ്രതിനിധി കോഴിക്കോട് നിന്നും വിവരങ്ങൾ, വിശദാംശങ്ങൾ, ദൃശ്യങ്ങൾക്കൊപ്പം നൽകിയത്. എന്തായിരുന്നാലും കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്തിലെ ഗോതമ്പ റോഡ് തോണിച്ചാൽ പ്രദേശത്ത് കരിങ്കൽ ക്വാറികൾ മലയെടുക്കൽ രൂക്ഷമായിരിക്കുന്നു. വഴിവെട്ടി മലകളുടെ ഇരുവശങ്ങളിലും കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണും കല്ലും ജനജീവിതം ദുസ്സഹമാക്കുന്നു, അപകടം വിളിച്ചു വരുത്തുന്നു. ഒപ്പം നിരവധി നീർച്ചാലുകളാണ് മണ്ണുകളിട്ട് കല്ലുകൾ ഇട്ട് ഈ സ്വകാര്യ വ്യക്തികൾ, ക്വാറി ഉടമകൾ അടച്ചിരിക്കുന്നത്. പഞ്ചായത്തും നാട്ടുകാരുമൊക്കെ ഇതിലേക്ക് ഇടപെടുകയാണ്. കേരള വിഷൻ എക്സ്ക്ലൂസീവ്. അടുത്ത മഴക്കാലം എത്തുമ്പോൾ 50ഓളം കുടുംബങ്ങൾ ഇല്ലാതാകുമെന്ന ആശങ്ക കൂടി ജനങ്ങൾ പങ്കുവെക്കുകയാണ് കേരള വിഷനിലൂടെ. കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. ഇനി മറ്റു വാർത്തകളിലേക്ക് പോകാം. ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രാദേശിക വാർത്തകൾ.